ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് നമുക്കൊരു പുതിയ വണ്ടി, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയ വണ്ടി എടുക്കുന്നുണ്ടെന്ന്. ഒരു അടിപൊളി സാധനം കേട്ടോ, 1/10 സ്കെയിൽ, അതായത് ഒരു അന്യായ സൈസുള്ളൊരു കിഡിലം വണ്ടി. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഡിഫറൻഷ്യലും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി നമുക്കിത് ഇവിടെ എത്തി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പം സാധനം വന്നു കഴിയുമ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യും. അതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസും അതിൻ്റെ കുറച്ച് വണ്ടി എങ്ങനെ ഉണ്ട്, അതിൻ്റെ കളറ്, അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം, സ്കിപ്പ് അടിച്ച് പോലെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ വണ്ടി ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാരണം നേരത്തെ തന്നെ അൺബോക്സ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ കൂട്ടുകാരൻ എടുത്ത വണ്ടിയാണ്, ഞാൻ എടുത്ത വണ്ടിയല്ല. സോ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു. പക്ഷേ നമ്മുടെ ചാനലിലൂടെ ഇതിൻ്റെ എക്സ്പീരിയൻസ്, അതായത് വണ്ടി ഓടുന്നതിൻ്റെ വീഡിയോ, വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ്, ഏതൊക്കെ ടെറൈനിലൂടെ പോവും, എങ്ങനെയാണ് നിങ്ങൾ ഈ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം ബോക്സിൽ. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. റിസീവർ, ESC, പിന്നെ ഓയിൽ ഫിൽഡ് ഷോക്കാണ്. ഈ ഒരു റേറ്റിന് ഓയിൽ ഫിൽഡ് ഷോക്ക് എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗമാണ്. കാരണം നമുക്ക് റേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, എന്നാലും അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്കും ഫീച്ചർ പാക്ഡാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. അപ്പോൾ ഗൈസ്, ഇതായിട്ട് നമ്മുടെ വണ്ടി, ഒരു രക്ഷയില്ല, നല്ല സൈസാണ്, 1:10 സ്കെയിലാണ്. അപ്പോൾ ഇത് ഓടിക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഹെവിയാണ് വണ്ടി, ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. അപ്പോൾ നിങ്ങളെ വണ്ടി ഓടിക്കുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. റോഡിലേക്ക് പോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ഇവിടെ ഓഫ് റോഡ് എന്ന് പറയാൻ ഈ കിടക്കുന്ന ഒരു ഭാഗമുള്ളൂ കേട്ടോ. അത്യാവശ്യം കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഷോക്കിൻ്റെ പെർഫോമൻസും ബാക്കി എല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ പയ്യെ നമുക്കൊന്ന് ഇറക്കി നോക്കാം കേട്ടോ. അതേ പയ്യെ നമ്മൾ ആ ഒരു ഡിപ്പിലേക്ക് ഇറക്കി. അത്യാവശ്യം നല്ലൊരു ട്രാവലുള്ള ഷോക്ക് തന്നെയാണ് കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം എന്താ പറയണേ, വലിയ ചാട്ടമൊന്നും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേ ഇപ്പോൾ നോക്കിയാൽ കാണാം, നല്ല സ്മൂത്തായിട്ടാണ് നമുക്ക് ഇതിലൂടെയൊക്കെ പോകുന്നത്. ഒരു ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ അടി ഇടിച്ച് നിൽക്കും, പക്ഷേ ഇത് കണ്ടോ നല്ല കൂളായിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് പയ്യെ ഒന്നുകൂടെ ഒന്ന് ആ വഴിയൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാട്ടോ നമ്മളതൊന്നും ട്രൈ ചെയ്യാത്തത്. ഈ ഒരു ഒബ്സ്റ്റക്കിൾസൊക്കെ വളരെ കൂളായിട്ട് ഈസി ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒന്നും അല്ല എന്നുള്ള രീതിയിലാട്ടോ ഇത് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വളരെയധികം സാറ്റിസ്ഫൈഡ് ആട്ടോ വണ്ടിയുടെ പെർഫോമൻസിൽ. 2 സ്പീഡുണ്ട്, ലോയും ഉണ്ട് ഹൈയും ഉണ്ട്. അപ്പോൾ അടിപൊളി സാധനമാണ്. ഇതിന് ഏകദേശം 30,000 രൂപയാട്ടോ നമുക്കിവിടെ എത്തിക്കാനായിട്ട്. ഇത് ചൈനയിൽ നിന്നാട്ടോ നമ്മൾ ബൈ ചെയ്ത്. അപ്പോൾ ഇനി അടുത്ത റിമോട്ടൊന്ന് കാണാം. അത്യാവശ്യം ഹെവി ആട്ടോ റിമോട്ട്. ഒരു കയ്യിൽ റീച്ച് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാട്ടോ, എന്നാലും കുഴപ്പമില്ല.
അത്യാവശ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാട്ടോ. പിന്നെ ഇതിൻ്റെ ഒത്തിരി സ്വിച്ചും കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം. ട്രിമ്മ്, സ്റ്റിയറിംഗ് ട്രിമ്മ്, ത്രോട്ടിൽ ട്രിമ്മ്, ലൈറ്റുകളൊക്കെ തെളിക്കാനുള്ള സെപ്പറേറ്റ് സ്വിച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.